സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ വിഷമിപ്പിക്കുകയും ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കുകയും ലോകത്തെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് വരാനിരിക്കുന്നത്. അപ്പം എനിക്ക് ഇത് കിട്ടിയത് എൻ്റെ സംഘപരിവാർ സുഹൃത്തുക്കളിൽ നിന്നുമാണ്. അവരെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ നല്ലവരാണ്, വളരെ മാന്യന്മാരാണ്. അത്രയും നല്ല മനുഷ്യന്മാരെ നമുക്ക് വേറെ കാണാനും കഴിയില്ല. അവർ ജിഹാദികളെ പോലെയൊന്നുമല്ല. ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, എന്തിന് തേളുകളും പഴുതാരകളൊക്കെ അവരെ കടിച്ചാൽ അവരൊന്നും ചെയ്യില്ല. ആ പഴുതാരകളൊക്കെയും തേളിനൊക്കെയും അതിൻ്റെ കൂട്ടുകൾ കൊണ്ടാക്കുകയും അതിന് പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മാന്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തിൽ, ഒരു കാവ്യ വേഷത്തിൽ രാമക്ഷേത്രത്തിൽ പോകുന്ന ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പുറത്തുവിടില്ല. കാരണം അവരെല്ലാം ജിഹാദി ഫണ്ട് വാങ്ങിച്ച് നടക്കുന്ന ആളുകളാണ്. ജനൻ ടി വിയിൽ അടുത്ത് തന്നെ വരും. മുഹമ്മദ് ബിൻ സൽമാൻ ഈ ജിഹാദിസം മടുത്തിട്ടാണ് ഹിന്ദുമതത്തിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 100 വർഷം മുന്നേക്കെയുള്ള ഹിന്ദുമതം ഇത്രയും സാഹോദര്യമുള്ളൊരു മതം, ഇത്രയും സ്ത്രീപക്ഷമായ, മനുഷ്യപക്ഷമായ, ജാതി വേർതിരിവുകളില്ലാത്ത, മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണുന്ന ഒരു മതം വേറെയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തുള്ള ജയിലുകളിൽ ഒരൊറ്റ ഹിന്ദുവിനെയും, ഇന്ത്യയിലടക്കം ജയിലുകളിൽ ഒരൊറ്റ ഹിന്ദുവിനെയും കാണാൻ സാധിക്കില്ല എന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കി. ലോകത്തെ ഏറ്റവും സമാധാനപൂർണമായ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയാണ്. കാരണം അവിടെയാണ് ഏറ്റവും കുറവ് മുസ്ലിങ്ങളുള്ളത്. ഇന്ത്യയും സമാധാനപൂർണ്ണമാണ്. പക്ഷേ ഇവിടെ 17% ജിഹാദികളായതുകൊണ്ട് അത്ര സമാധാനം ഇവിടെ ഇല്ല. ഇതൊക്കെയാണ് MBSനെ ഹിന്ദുമതത്തിലോട്ട് ആകർഷിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അദ്ദേഹം രവിചന്ദ്രൻ സാറിന്റെ ലൈവുകൾ ഇപ്പോഴും കാണാറുണ്ട്. രവിചന്ദ്രൻ സാറ് പറയുന്നത് അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നാണ് പറയുന്നത്. ലോകത്ത് എവിടെ ബോംബാക്രമണം നടന്നാലും ഭീകരാക്രമണം നടന്നാലും അതൊക്കെ നടത്തുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ള രവിചന്ദ്രൻ സാറിന്റെ ആ ദിവ്യവചനം അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചെന്നും അതാണ് അദ്ദേഹത്തെ ഹിന്ദുമതത്തിലോട്ട് ആകർഷിച്ചതെന്നും വാർത്ത കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. രാജപദവി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഹിന്ദുമതം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയിട്ട് ക്രിസ്തുമതം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ സൗദിക്കാരും മറ്റു ജിഹാദികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് തടുക്കാൻ അമേരിക്കക്ക് സാധിക്കില്ല. പക്ഷെ ഇവിടെ മോദിയുണ്ട്, ഇന്ത്യയിൽ മോദിയുണ്ട്. ഇവിടെ അമേരിക്കയല്ല, ഇവിടെ ജിഹാദികൾ മൊത്തം വന്നാലും, ഇനി ക്രിസ്ത്യാനികളെയും കൂട്ടി വന്നാലും ഇന്ത്യ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഇന്ത്യയിൽ രാമനുണ്ട്, ശിവനുണ്ട്. ഈ ദൈവങ്ങളുടെയൊക്കെ അരുമ ഭക്തനായ ലോകഗുരു നരേന്ദ്രമോദി സാബ് ഇവിടെയുണ്ട്. ആ ധൈര്യമാണ് MBSനെ ഇന്ത്യയിലോട്ട് വരാനും ഹിന്ദുമതം സ്വീകരിക്കാനും പ്രേരിപ്പിച്ചത്. എന്തായാലും ഞാനും ഹിന്ദുമതം സ്വീകരിക്കുകയാണ്. എൻ്റെ പേര് ഇനി മുതൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നല്ല, ലിംഗം പുതിയങ്ങാടി എന്നാണ് എൻ്റെ പുതിയ പേര്. ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കുക. അപ്പോൾ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി. ഗോ ബ്രാഹ്മണേഭ്യ ലോക സമസ്ത സുഖിനോ ഭവന്തു.